എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസ്ചാർജ് ചെയ്തിട്ട് ഇന്നലെ രാത്രി കൊടുന്നു കേട്ടോ, ഒരു 12 മണിക്കായി കൊടുന്നിട്ട്. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഉണ്ട്. ഉക്രപ്പനൊക്കെ രാവിലെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ എണീക്കുമ്പോൾ തന്നെ ഉക്രപ്പ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവനെ പിടിച്ച് കെട്ടിയിട്ടു. ഇപ്പോൾ ഞാൻ ഈ 2 പീസ് എല്ല് കൊടുക്കുന്നുണ്ട്. ഉക്രപ്പനൊക്കെ ഭയങ്കര കാത്തു നിൽക്കുകയാണ്, ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തു നിൽക്കുന്നത് എല്ലിന് വേണ്ടിയിട്ട്. മണിക്കുട്ടി അവിടെ യോഗാസനം ചെയ്യണം, അവൾ വരുന്നില്ല. അവൾ യോഗാസനത്തിൻ്റെ ആൾ രാവിലെ. ഇവിടാ അവൻ്റെ കണ്ണിൽ എന്താ പീള കെട്ടിയതാണോ? അത് പാടല്ല, അത് എന്തൊരു മുറിവ് പോലെയൊക്കെ കാണാൻ. എന്താ നിനക്ക് വേണ്ടേ? നിനക്ക് വേണ്ടേ? എനിക്കാ വയ്യ, അവൾക്ക് വേണ്ടെന്നുണ്ട്. എനിക്കേ ഇപ്പോൾ ചെക്കൻ വന്നിപ്പോൾ കഴിക്കും. എന്നാ വേഗം കഴിച്ചോ, ചെക്കൻ കഴിക്കും. വലിയ പീസ എനിക്ക് തന്നല്ലോ കേട്ടാ. എൻ്റെ കയ്യുമ്മ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഉക്രപ്പ ഇതാ കുട്ടൂസിൻ്റെ പാത്രത്തിൻ്റെ അവിടേക്ക് പോകുന്നുണ്ട്. ഉക്രപ്പൻ്റെ കഴിഞ്ഞു. ഉക്രപ്പൻ വന്നാൽ പിന്നെ ആർക്കും അവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ കുട്ടൂസിൻ്റെയും കഴിഞ്ഞതുകൊണ്ട് പിന്നെ കാര്യമില്ല. അല്ലാച്ചെങ്കിൽ ഉക്രപ്പൻ വന്നാൽ കുട്ടൂസ് അവിടെ നിന്ന് പതുക്കെ പോവും. അങ്ങനെയാണ് ചെയ്യാറ്. കാരണം ഉക്രപ്പൻ വന്നാൽ എല്ലാവർക്കും പേടിയാണ്. കുട്ടൂസിൻ്റെ ഇവിടെയാണ് മുറിവുണ്ടാകുന്നത് കേട്ടോ. നോക്കട്ടെ, നോക്കട്ടെ. അവനെ തൊടാൻ സമ്മതിക്കില്ല. അവൻ്റെ കണ്ണിലും എന്തോ കാണുന്നുണ്ട്. പീള കെട്ടിയതാണോ എന്നൊരു സംശയമുണ്ട്. അതെന്താണെന്ന് നോക്കാൻ സമ്മതിക്കില്ല അവൻ. ചെള്ളിരിക്കുന്നതാണോ? അപ്പച്ചനെ ഡിസ്ചാർജാക്കി. അതുകൊണ്ട് ഒരു 10-20 ദിവസത്തെ ഹോസ്പിറ്റൽ ജീവിതം ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ വീട്ടിലുണ്ട്. അപ്പോൾ ഇവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല, കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ കുട്ടൂസും മണിക്കുട്ടിയും ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പുറത്തെ പറമ്പിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവർ രണ്ടാൾ ഓടി വന്നിട്ടുണ്ട്. അതുപോലെ ഉക്രപ്പനെ പിന്നെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇല്ല, അവനെ തൊടാൻ പറ്റില്ല. മണിയെ കഴിക്കുമ്പോൾ എന്തായാലും ഇവർക്ക് കൊടുക്കട്ടെ, അവർക്ക് വിശക്കുന്നുണ്ടാവും. ഒരു 2 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്, കൊടുക്കുക വേണ്ടോ? എന്നാ കുട്ടുവിൻ്റെ സ്ഥലമൊക്കെ മാറിയിട്ടാ. മറ്റേത് കുട്ടുവിൻ്റെ സ്ഥലം എവിടെയായിരുന്നു. ഇതാണ് വെള്ളം. എൻ്റെ അവിടെ വെച്ചിട്ടാ ഉക്രേന് ഉക്രു ഇങ്ങനെ വായയിൽ നിന്ന് ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടാ. ഇതാടെ നിൻ്റെ സ്ഥലത്തേക്ക് വെക്കണ. ഇവർക്ക് പണ്ടൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ പില്ലറിൻ്റെ അപ്പുറത്തായിരുന്നു കുട്ടുവിൻ്റെ സ്ഥലം. ഫുഡ് കൊണ്ടുവരുമ്പോഴേക്കും അവ അങ്ങോട്ട് ഓടിയിട്ട് അവിടെ സ്റ്റാൻഡ് അവിടെ നിൽക്കും, നമ്മൾ കൊണ്ടു ചെല്ലുമ്പോഴേക്കും. അതുപോലെ ഉക്രപ്പന് ഏകദേശം ഞങ്ങൾ ഇവിടെ തന്നെ കൊടുക്കാറ്. മണിക്കുട്ടിയുടെ സ്ഥലം ആ ഭാഗത്തായിരുന്നു. അപ്പോൾ അവൾക്ക് അവിടെ കൊടുക്കും, കുട്ടൂസിന് ഇവിടെ കൊടുക്കും, ഉക്രുവിന് ഇവിടെ കൊടുക്കാനും 3 ആൾക്കും 3 സ്ഥലത്താണ് കൊടുക്കാറുണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ മാറി. ഒരുമിച്ച് കൊടുക്കുക. അത് മാത്രമല്ല, ഭക്ഷണം കൊണ്ടുവരുമ്പോഴേക്കും കുട്ടു ഓടിപ്പോയിട്ട് ആ പില്ലറിൻ്റെ അവിടെ നിൽക്കും. അതായിരുന്നു പണ്ടത്തെ ഒരു പതിവ്. അപ്പോൾ ഞങ്ങളിനി വീട്ടിലുണ്ട് കുറച്ച് ദിവസം. അപ്പോൾ ഇവിടെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇനി നോക്കണം. അപ്പം വീട്ടിലുണ്ട്, പക്ഷേ അപ്പനൊരാളുടെ സഹായം എപ്പോഴും ആവശ്യമുണ്ട്. അപ്പോൾ അധിക സമയം എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പനെ എനിക്കെങ്കിലൊക്കെ ഒരാൾ പിടിക്കണം. അധിക സമയം മാറി നിൽക്കാൻ പറ്റില്ല. എന്നാലും ഈ ആഴ്ചയോട് കൂടി ഇവൾക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു പാത്രം വെച്ച് മാറുന്നൊരു പരിപാടി കഴിഞ്ഞു കേട്ടോ. എങ്ങനെയാ വെച്ചാൽ മണിക്കുട്ടി മുക്കാൽ ഭാഗം കഴിച്ചിട്ട് അവൾ മാറി നിന്നു.
അപ്പോൾ കുട്ടൂസും അതുപോലെ അവൻ്റെ കഴിച്ച് അവൻ്റെ അവസാനിച്ചിട്ടില്ലാന്നുകൊണ്ട് അവൻ അങ്ങോട്ട് വന്നു, മണിക്കുട്ടിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ മണിക്കുട്ടി ഇത് അങ്ങോട്ട് പോയി. അങ്ങനെ ഇവർ അങ്ങോട്ട് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിക്കും കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ട്. അവർക്ക് കൊടുത്ത എല്ലുകൾ കഴിഞ്ഞാലേ ഇതൊക്കെ ഉള്ളൂ കേട്ടോ. ആദ്യം അതിലുള്ള എല്ലുകളെല്ലാവരും തീർക്കും. പിന്നെ ചോറും മറ്റൊക്കെ അവർക്ക് അത്ര താല്പര്യമില്ല, വെള്ളമൊന്നും. അപ്പോൾ പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഡീ 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 നീ എവിടിച്ചോ ഓടുന്നത്? ഉള്ളൊരു ഒരു ചാട്ടത്തിന് ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നൊക്കെ. മറ്റേത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിലും ഇല്ല അല്ലേ. ഡീ ഇപ്പോൾ അവളെയാണ് കേട്ടോ കുട്ടൂസ് കഴിക്കണത്. ഇനിയിപ്പോൾ ഉക്കറപ്പൻ്റെ കഴിക്കാൻ പോവുകയാണെങ്കിൽ ഇവർ പോയി കഴിക്കും, പക്ഷേ വളരെ പതുക്കെ കാലൊക്കെ ഭയങ്കര സ്ലോ മോഷനിലൊക്കെ വെച്ചിട്ട് അവർ പോവുക. കുട്ടൂസാണ് പ്രത്യേകിച്ച്. ഉക്കറപ്പ് അവിടെ മാറിക്കെടുക്കുന്നുണ്ടാവും. അപ്പോൾ കുട്ടൂസ് കാല് സ്ലോ മോഷനിലേ വയ്ക്കുക. കാരണം ആ കാലനക്കം കേട്ടിട്ട് ഉക്രു അറിയണ്ടെന്ന് എഴുതിയിട്ടാണ്. ഉക്രു ചിലപ്പോൾ ഇവർ മുരണ്ട് ഓടിയെത്തി, അതുകൊണ്ടാണ്. നീ എവിടിച്ച പോയിൻ്റെ അടുത്ത്? എവിടിച്ച പോയിൻ്റെ അടുന്ന്? പപ്പ വന്ന് നോക്കുമ്പോൾ ഇവിടെ കണ്ടില്ലല്ലോ. പപ്പ വന്ന് നോക്കിയപ്പോൾ കണ്ടില്ലല്ലോ ഇവിടെ. എവിടിച്ച പോയിൻ്റെ അടുത്ത്? കുട്ടുവോ? ഉക്കുറപ്പൻ്റെ കഴിഞ്ഞു കേട്ടാ. ഉക്കുറപ്പനെ കുറച്ച് നേരം അഴിച്ചിരുന്നാ വേണ്ടല്ലേ? അതെന്താ പുറത്ത് പോകണമെന്ന് തോന്നുന്നുണ്ട്, മൂത്രം ഒഴിക്കാനാണ്ട്. ഉക്കുറപ്പം അങ്ങോട്ട് പോവാ. അങ്ങോട്ട് പോവാ. മണിക്കുട്ടീനും കെട്ടിയിടുകയല്ലേ. മണിക്കുട്ടി ഉക്കുറപ്പൻ്റെയൊക്കെ പ്ലേറ്റ് നോക്കാൻ വന്നിട്ടുണ്ട്, പാത്രം നോക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ, അതിലെന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതാ കുട്ടു അവിടേക്ക് പോയിട്ടുണ്ട് മണിക്കുട്ടിയുടെ പാത്രത്തിലേക്ക്. ഉക്കുറപ്പം ഇങ്ങോട്ട് വാ. അങ്ങോട്ടല്ല നീ കോഴീനെ അഴിച്ചിടാൻ പോവാണേ. അപ്പം ഇങ്ങോട്ട് വരണം. വായോ ഇങ്ങോട്ട് വായോ. ആ ചാക്കിൽ കിടക്കാം നമുക്ക്. ഇങ്ങോട്ട് വന്നേ. വാ അവിടെ കിടന്നു. ചാക്കിൽ കിടന്നു കേട്ടോ. ഉക്രുവിന് എന്താ വേണ്ടേ? ഉക്രുവിന് പോകണം തോന്നുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അവൻ അഴിഞ്ഞ് പോവും. വേണ്ട, അവൻ പോവാൻ പൊക്കോട്ടെ. ടൈറ്റാക്കിയിട്ടിട്ടില്ലല്ലോ. അവന് മൂത്രം ഒഴിക്കണമെന്ന് എനിക്കൊരു സംശയമുണ്ട് അവൻ്റെ നിപ്പ് കണ്ടിട്ട്. ഇല്ലേ മണിക്കുട്ടിയെ അല്ലേ? കുട്ടി പോവാൻ നിൽക്കുമായിരുന്നു. നമ്മൾ വരുമ്പോഴേ അവൻ ആ പറമ്പിലായിരുന്നു. അവൻ എവിടേക്കോ പോവാൻ മൂത്രം ഒഴിക്കാൻ എന്തിനാണാവാം. അപ്പോഴേ എൻ്റെ വിളി കേട്ടപ്പോൾ അവൻ ഇങ്ങോട്ട് തന്നെ വന്നത്. മാറിക്ക അവിടെ കിടന്നു കേട്ടോ. എനിക്ക് വേണ്ടേ ഉക്കുറപ്പൻ്റെ ബാക്കി വേണം എനിക്ക്. ഇനി ഞാൻ കോഴികൾക്ക് കൊടുക്കും. എന്നാ ഉക്കുറപ്പം കിടന്നു. അവന് പോണ്ട. എന്താ ഉക്കുറപ്പ അവനെന്തോ പറയാനുണ്ട്. ദാഹിക്കുണ്ടാവോ? അതിലിപ്പോൾ വെള്ളം വെച്ച് കൊടുത്തില്ല. ഇനി താണ്ട് വെക്കണ്ടല്ലോ. മണിക്കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവൾ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് അവളുടെ പാത്രം തന്നെയാണ്. അവളുടെ പാത്രത്തിൽ ബാക്കിയുള്ളത് കുട്ടൂസ് വന്ന് കഴിച്ചു. അതും കഴിഞ്ഞിട്ട് അതിലിരുന്നായിരുന്നാ. അപ്പോൾ ഞാൻ അത് എടുത്തുകൊടുന്ന് ഇങ്ങനെ കൊടുത്തപ്പോൾ അവൾ കഴിക്കണു. ഇതാ അവിടെ കുട്ടൂസിൻ്റെ പാത്രത്തിൽ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഉക്രപ്പിന് കൊടുന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ അവനും കഴിക്കുന്നുണ്ട്. അവൻ കിടന്ന ആളായിരുന്നു, വീണ്ടും എനിക്ക് അവനും കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ വായയിലേക്ക് കൊടുത്താൽ അവർ കഴിക്കും, അല്ലെങ്കിൽ വേണ്ടെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. കഴിച്ചില്ലേ? അങ്ങോട്ട് നോക്കിയാൽ ക്യാമറയിലേക്ക് നോക്കി. ഇത് അമ്മ വിളിക്കണം. നമുക്ക് തൃശ്ശൂർക്ക് പോകണം കേട്ടോ. ഈ ആഴ്ചയിൽ തൃശ്ശൂർക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുവരെ ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം. ഞങ്ങൾ ചെറിയ കൊച്ചു വീഡിയോകളാണ് ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ 3 പേരുടെയാണ് മെയിനായിട്ട് ഇടുന്നത്, ഉക്രപ്പൻ്റെയും മണിക്കുട്ടിയുടെയും കുട്ടൂസിൻ്റെയും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുക, നമ്മൾക്ക് വിലപ്പെട്ട കമൻറ്റുകളൊക്കെ തരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോയിൽ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും. നമ്മുടെ കിളിക്കുട്ടികൾ വിരിഞ്ഞ് 5 ആളായിട്ടുണ്ട് കേട്ടോ. ഞാൻ 5 ആളിന്ന് താഴേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവർ വീഡിയോ എടുത്തിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് അവർ വീഡിയോ എടുക്കുക. അപ്പോഴേക്കും അവരെ കാണാൻ നല്ല ഭംഗിയാവും. ഇപ്പോൾ അത്ര ഒരു ഭംഗിയായിട്ടില്ല. അവർ തൂവലുകൾ ഇങ്ങനെ മുളച്ച് വരുന്നേ ഉള്ളൂ.
അപ്പോൾ 2-4 ദിവസം കഴിഞ്ഞ് അവരെ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു.